എത്രത്തോളം സത്യസന്ധരാവണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്താലും നമുക്ക് എത്രത്തോളം പറ്റും എന്നുള്ള കാര്യം നമുക്ക് തന്നെ സംശയം ഉണ്ടാക്കാറ്. സാംസ്കാരിക ചലനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കലാമൂല്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണം. ഇദ്ദേഹം മാത്രമല്ല ഉറച്ചു നിൽക്കുന്നത്, ചാനലുകാരും ഉറച്ചു നിൽക്കുന്നുണ്ട്. 4 years இந்த ஸ்கிரிப்ட் வந்து வேறு ஆர்டிஸ்ட் நிறைய பேர்கிட்ட போய்கிட்டு அதுக்கப்புறம் எனக்கே வந்தது. நான் அப்போயே சொன்னேன் டேரக்டர்கிட்ட, இங்கே நான் பண்ணணுன்னா நான் தான் பண்ணுவேன், நீங்கள் எங்கேனாலும் போங்க, கடைசியில் நான் என்கிட்ட தான் வரணும்னு சொன்னேன். அதே மாதிரி 4 years கழிச்சு இந்த படம் ஸ்டார்ட் பண்ணேன். പേരും കൂടെ ഇതായതുകൊണ്ട് തന്നെ ഇതൊരു ബമ്പറായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ஒரு மூவிக்கும் அவங்களோட எக்ஸ்பெக்டேஷன் நம்ம ஃபில்ஃபில் பண்ணலன்னா யூ கோ டவுன். மொழி இந்த படத்துக்கு மேட்ரே கிடையாது, கண்டென்ட் தான் மேட்ரு. மொழி வந்து ஆட்டோமேட்டிக்காக ஆடியன்ஸ் புரிஞ்சிடும். அவங்க படம் பார்த்தாங்கனாலே மொழി தெரியலன்னா கூட அவங்களுக்கு പടം പുരിஞ்சிடும். അച്ഛനോട് നിങ്ങൾ ഏത് മക്കളെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കുന്ന പോലെയാവും കഥ. ചാരായം പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് നിരോധിച്ചപ്പം, നിർത്തലാക്കിയപ്പം അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലായിപ്പോയി. കലാമൂല്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ മാത്രമുള്ളതാണെങ്കിൽ ആദ്യം ഈ വേർഡാണ് അദ്ദേഹം തിരുത്തേണ്ടത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ബമ്പർ മൂവി പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെട്രി ആൻഡ് ഹരീഷ് ഏട്ടനാണ്. ഹലോ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ വെട്രി, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉങ്ക ബർത്ത്ഡേ കേരളത്തിലാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മലയാളം ഈസ് ഓക്കെ ഫോർ യു, റൈറ്റ്? ഓക്കെ ആണ്, മനസ്സിലാവും അല്ലേ? സോ ഈ ബർത്ത്ഡേ കേരളത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ കൂടെയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത്. സോ ഹൗ യു ഫീലിംഗ് ടുഡേ? வெரி ஹாப்பி, ரொம்ப எக்ஸைட்டடாக இருக்கேன். பம்பர் மூவி ரிலீஸ் ஆக போகுது. ஸோ ஆக்சுவலி ஐ வாஸ் ஆன் த வே டு சபரிமலை. இப்போ சபரிமலைக்கு போக வேண்டியது. ஸோ இங்கே ஈவெண்ட் இருக்குது அப்படின்னு சொன்னாங்க. ஸோ ஐ எம் அட்டெண்டிங் திஸ். ഓ ഓക്കെ ഓക്കെ, വെരി നൈസ്. ഹരീഷ് ഏട്ടാ, ഈ മൂവിയുടെ പേര് തന്നെ ഒരു കിക്കുള്ളൊരു മൂവി, ബമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. സോ ഈ ടൈറ്റിൽ കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ടൈറ്റിൽ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഇതുണ്ടല്ലോ, ക്രിസ്മസ് ബമ്പർ, ഓണം ബമ്പർ, അങ്ങനെയുള്ളൊരു ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബമ്പർ എന്ന് പേര് വരുന്നത്. ബമ്പർ എന്നൊരു പേര്. പിന്നെ ഞാൻ കേട്ടു ഇതിന്റെ ഡയറക്ടറിന്റെ അച്ഛന് നടന്ന റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി ഉണ്ടായത്, ആണോ? അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു 1.5 ലക്ഷം രൂപ പഴയ കാലത്ത് സിക്കിം ലോട്ടറി അടിച്ചിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഇദ്ദേഹം കേരളത്തിൽ വന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ ഉണ്ടാവുന്നത്. എങ്കിലും ആ കഥയല്ല ഈ കഥ, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കഥ എഴുതി തുടങ്ങുന്നത്. ഇപ്പൊ ഹരീഷ് ഏട്ടന്റെ ക്യാരക്ടർ ഇതിൽ കാണുവാണെങ്കിൽ ഒരു പാവം, ഒരു ഇന്നസെന്റ് ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ എന്താണ് ഈ മൂവി ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലേക്ക് ലക്ഷക്കണക്കിന് തമിഴ് തീർത്ഥാടകര് വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ ശബരിമലയിലേക്ക് വരുന്ന ഒരു സംഘം, തൂത്തുക്കുടിയിൽ നിന്ന് ശബരിമലയിലേക്ക് വരുന്ന ഒരു തമിഴ് സംഘം, അവർ ഈ അവിടെ പമ്പയിൽ ലോട്ടറി വിൽക്കുന്ന ഇസ്മയിൽ എന്ന എൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെടുത്തുന്ന നടന്ന കഥ തുടങ്ങുന്നതും അതാണ് ആ കഥയുടെ ഏറ്റവും വലിയ രസം. അത് രണ്ട് കൾച്ചർ, തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും സംസ്കാരങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ കൈമാറുന്ന ഒരു സ്നേഹം ഒക്കെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എന്താ പറയുക, ഐ വാസ് കൺഫ്യൂസ്ഡ്. ഇതിപ്പോൾ മലയാളം ഫിലിമാണോ തമിഴ് ഫിലിമാണോ? ആക്ച്വലി ഇറ്റ്സ് എ മിക്സ് ഓഫ് മലയാളം ആൻഡ് തമിഴ്, റൈറ്റ്? ഇപ്പോൾ മൂവി ട്രെയിലർ നോക്കുവാണെങ്കിൽ കമൻസിൽ 283 സംതിങ് കമൻസ്, അത് ഫുൾ വെട്രിയുടെ ഫാൻസ് ആണ്. ഒരുപാട് പേര് വെട്രി ഫാൻസ് പറഞ്ഞ് ഒരുപാട് പേര് ഈ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ you have so many fans there. So what do you feel like? അത്രയും ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ നമ്മളുടെ മൂവിക്കായി കാത്തിരിക്കുന്നു, അതൊക്കെ വലിയ കാര്യമാണ് അല്ലേ? So how you feel about it? எல்லாமே ப்ரீவியஸ் மூவியோட எக்ஸ்பெக்டேஷன். ஸோ அது கொஞ்சம் பயமாக தான் இருக்குது, பேடி எக்ஸ்பெக்டேஷன். பிகாஸ் ஒரு மூவிக்கும் அவங்களோட எக்ஸ்பெக்டேஷன் நம்ம ஃபில்ஃபில் பண்ணலன்னா யூ கோ டவுன். ஸோ அதனால் ஒரு மூவிக்கும் அவங்களோட எக்ஸ்பெக்டேஷன் மேலே போயிட்டே இருக்குது. ஸோ ஐ திங்க் I'm fulfilling them with my movies. கண்டிப்பா பம்பர் அந்த எக்ஸ்பெக்டேஷன் ஃபுல்ஃபில் பண்ணும். ஏன்னா அந்த கண்டென்ட் வந்து இது
தமிழ் மலையாளன்றதை தாண்டி இது வந்து ஒரு ஹியூமனிட்டி, ஒரு ஹானஸ்டி பேசுகிற ஒரு படம். ஸோ எந்த லாங்குவேஜில் போனாலும் இந்த படம் வந்து கண்டிப்பாக மக்கள் ரசிப்பாங்க. ഇവൻ ഇൻ ദ ട്രെയിലർ ഓൾസോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും, നമ്മൾ സാധാരണ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ വെട്രിയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ മലയാളം മൂവീസിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സോ അങ്ങനെ പറയുകയാണെങ്കിൽ പാർഷ്യലി ആണെങ്കിലും ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ മലയാളം, റൈറ്റ്? ഓക്കെ. സോ മലയാളം ഹരീഷിന്റെ കൂടെ ഇതുവരെ ചെയ്തിട്ടില്ല? ഓക്കെ. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കുറച്ച് മലയാളം ആക്ടേഴ്സ്, നമ്മൾ ടിറ്റോ ഉണ്ട് ഇതില് അല്ലെ, മലയാളം ആക്ടേഴ്സ് കുറച്ച് പേരുണ്ട്. സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? இல்ல ஆக்சுவலா ஸ்டோரி வந்து பாதி தமிழ்நாட்டுல நடக்கும், தூத்துக்குடியில. மீதி ஆஃப் வந்து செகண்ட் ஆஃப் வந்து இங்க கேரளால நடக்கும், திருவனந்தபுரம், புனலூர், அப்புறம் சபரிமலை. ஸோ அது டைரக்டர் ஃபர்ஸ்டே என்ன சொன்னாருன்னா, தமிழ்நாட்டுல நடக்கிறது தமிழ் ஆர்டிஸ்ட், கேரளாவில் நடக்கிறது மலையாள ஆர்டிஸ்ட் தான். ஸோ அந்த போஸ்டர்லாம் பார்த்தீங்கன்னா எல்லாருமே வந்து மலையாள ஆர்டிஸ்ட் தான் இருப்பாங்க. சாரோட ஃபேமிலியில் எல்லாருமே மலையாள ஆர்டிஸ்ட் தான். அவங்க மலையாளம் தான் பேசுவாங்க, தமிழ் பேச மாட்டாங்க. படத்துலயே வந்து மலையாளம் தான் பேசுவாங்க. ட்ரெய்லர்ல ഞാൻ കണ്ടിരുന്നു. ஸோ அது கேட்கும்போது டைரக்டர் சொன்னார், மொழி இந்த படத்துக்கு மேட்ரே கிடையாது, கண்டென்ட் தான் மேட்ரு. மொழி வந்து ஆட்டோமேட்டிக்காக ஆடியன்ஸ் புரிஞ்சிடும். அவங்க படம் பார்த்தாங்கனாலே மொழி தெரியலன்னா கூட அவங்களுக்கு படம் புரிஞ்சிடும் அப்படின்றது தான் அவர் சொன்னார். படம் பார்க்கும்போது உண்மையாக அதுதான் நடந்தது. எமோஷன் நல்லா கடத்திருக்காரு. ഓക്കെ. ശബരിമലയ്ക്ക് ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? இல்லை, போனதில்லை. இந்த படத்துக்காக தான் ஃபர்ஸ்ட் டைம் போனேன். ஸோ அப்போ டிசைட் பண்ணது தான் இந்த வாட்டி ஃபர்ஸ்ட் டைம் கன்னிசாமியாக போகிறேன். ஓகே. அப்போ அது ஒரு பிரத்யேக ஒரு சந்தோஷமாയിരിക്കും. அங்கே இருந்த வைப் தான் என்னை வந்து சரி அடுத்த வருஷம் நம்ம போகணும் அப்படின்னு சொல்லி இந்த வருஷம் 48 days விரதம் இருந்து இப்போ தான் போகிறேன். அந்த வேல ഈവന്റ് നടക്കും. ഓക്കെ. ഇപ്പൊ ഹരീഷ് ചേട്ടൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ഫിലിംസ് നമുക്കറിയാം, വില്ലനായിട്ടും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അച്ഛനായിട്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് അറിയാം. സോ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ഈ ബമ്പർ മൂവിയിൽ? തീർച്ചയായിട്ടും. ബമ്പർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അധികം ചെയ്യാത്ത ടൈപ്പിലുള്ള ഒരു ഇതിലുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അതിങ്ങനെ ഒരു കഥാപാത്രനെ തേടി വന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. ഞങ്ങൾ സെൽവകുമാറും ഞാനും കൂടെ ഒന്നിച്ചൊരു സിനിമ ചെയ്യുന്ന സമയത്തായിരുന്നു അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ആശയം പറയുന്നത്. എനിക്ക് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കഥ കേട്ടപ്പോൾ തന്നെ നമുക്കത് എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വെട്രിയാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ 2-3 പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തതാണ്. 3ാമത്തെ പടമാണിത്. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് പാറ്റേണും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. ആ ഗ്രാമർ നല്ല രസമുള്ളൊരു ഗ്രാമർ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. നമ്മൾ വിജയ് സേതുപതിയൊക്കെ പോലെ മറ്റൊരു ട്രാക്കുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു താല്പര്യം കൂടും. അപ്പോൾ ഇതിലെ കഥാപാത്രമാണെങ്കിലും ഇതിൻ്റെ കഥ നിൽക്കുന്ന പരിസരമാണെങ്കിലും ഒക്കെ മനോഹരമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി, അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയോടുള്ള ഒരു ആവേശം. ഓക്കെ. സിനിമ പോലെ തന്നെ നമ്മളുടെ അതിന്റെ ആ ഒരു ഗ്രാമത്തിന്റെ വൈബും അതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഈ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അതും ഒരു പ്രത്യേക തരം ഒരു അനുഭവമായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അത് ആ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രെയിലറിൽ ഒരുപാട് പേര് അത് പറയുന്നുണ്ട് എങ്ങനെയാണ്. ഇപ്പം വെട്രി മലയാളം മൂവിയിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? മലയാളം മൂവി ചെയ്യാൻ? கண்டிப்பா நான் நிறைய மலையாள மூவிஸ் பார்ப்பேன், பார்த்துக்கிட்டு தான் இருக்கேன். என்னோட மூவிஸ்க்கே நிறைய மூவிஸ்க்கு ரெஃபரன்ஸ் மூவி எடுப்பாங்க இல்லையா, இந்த ஷார்ட் வந்து இப்படி வேணும், இந்த ஷார்ட் வந்து இவ்வளோ லென்த்தாக வைக்கலாம் அப்படின்னு. அதுக்கு வந்து நிறைய நாங்கள் மலையாள மூவிஸ்லாம் பார்த்துருக்கோம், இப்போ பார்த்துக்கிட்டு தான் இருக்கேன். கண்டிப்பா சான்ஸ் கிடைச்சா மலையாள மூவியும் ஆக்ட் பண்ணுவேன். லாஸ்ட் மூவி ஏதாയിരുന്നു? லாஸ்ட் கண்டது வந்து கிஷ்கிந்தாகாண்டம் பார்த்தேன். அதுக்கப்புறம் ஹைதராபாத்ல ஷூட்ல இருந்தேன், ஸோ அவ்வளோ படம் பார்க்க முடியல. பட் நான் லாஸ்டா பார்த்தது கிஷ்கிந்தாகாண்டம் தான் பார்த்தேன். Okay. There is some difference, right? Tamil movie genres and മലയാളം മൂവി ജോണേഴ്സ് അതിനൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ലേ? അത് കാണുമ്പം അത് മനസ്സിലാവാറില്ലേ ഇത് എങ്ങനെ? അതുപോലത്തെ മൂവീസ് ചെയ്യാൻ ഏത് ജോണർ മൂവീസ് ചെയ്യാനാണ് இப்போ കൂടുതൽ ஆഗ്രഹம்? இப்போ அதிகமாக நான் பண்ணியிருக்கிறது வந்து த்ரில்லர் பேட்டர்ன்ஸில் தான் அதிகமாக பண்ணியிருக்கேன். ஸோ இது வந்து ஒரு எமோஷனல் பேக்ட்ராப்பில் பண்ணியிருக்கேன் பம்பர். இப்போ இது பண்ணலாம் நல்லா இருக்கும் அப்படின்றது ஃபேமிலி என்டர்டெய்னர் இல்லை ஒரு ராம்காம் பண்ணால் இன்னும் நல்லா இருக்கும் அப்படின்னு எக்ஸ்பெக்ட் பண்ணுறேன். ஓகே. അങ്ങനെ തോന്നിയിട്ടാണ് ലവ് സ്റ്റോറി அந்த மாதிரி பண்ணாൽ நல்லா இருக்கும். நல்லா இருக்கும். ഓക്കെ. ഇപ്പോൾ ഹരീഷ് ചേട്ടനാണെങ്കിലും ഇനി ഏത് ജോണർ ഓഫ് മൂവി ചെയ്യാനായിരിക്കും ആഗ്രഹം? ഓൾമോസ്റ്റ് എല്ലാ ജോണറും ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇനി ഇപ്പോൾ അപ്കമിങ് മൂവീസിൽ ഏത് ചെയ്യാനായിരിക്കും കൂടുതൽ ആഗ്രഹം? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചോളം അത് കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരാറാണല്ലോ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹിക്കാറില്ല. അങ്ങനെ തേടി വരുമ്പോൾ ഇപ്പോൾ ഇസ്മയിലിനെ കാണുന്നത് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇസ്മയിൽ എൻ്റെ അടുത്ത് വരികയായിരുന്നു. അപ്പോഴാണത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഇസ്മയിലെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ധാരാളം, അതുകൊണ്ട് ഇദ്ദേഹത്തെ ചെയ്യാൻ നമ്മൾക്കതിന്
കാരണമായി എന്ന് മാത്രം. അല്ലാതെ ഇസ്മയിലെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇസ്മയിൽ എൻ്റെ അടുത്ത് വരിക. അതുപോലെ ഒരു കഥാപാത്രത്തെ നമ്മളിങ്ങനെ ഭീകരമായിട്ട് ആഗ്രഹിച്ചിട്ടല്ല അത് സംഭവിക്കുന്നത്. ഇപ്പോൾ വാലി വല്ല കഥാപാത്രമാണ്, അതൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കഥ. പക്ഷെ മനോഹരമായ ഒരു കഥാപാത്രം നമ്മൾ തേടി വരില്ല ഉണ്ടായത്. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമുക്ക് അതെ, തേടി വരുന്നത് കിട്ടുന്നതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക, ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമുക്കിനി ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോകാം. സെഗ്മെന്റ് ഞാൻ ഇടാൻ കാരണം നമ്മളുടെ മൂവിയുടെ പേര് ബമ്പർ എന്നാണ്. സോ സെഗ്മെന്റിന്റെ പേര് ബമ്പർ ടു ബമ്പർ. ഓക്കെ, ഇറ്റ്സ് എ ഫൺ സെഗ്മെന്റ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, അത് ഉത്തരം പറഞ്ഞാൽ മതി. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ബമ്പർ ലോട്ടറി അടിച്ച ആളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ലൈക്ക് ഏതാவது സിറ്റുവേഷനിൽ ബമ്പർ ലോട്ടറി அடிச்சு ஆരെങ്കിലും பார்த்துட்டு இருக்க? ஆரையும் கண்டிட்டில்ல. டைரக்டர் தான் பார்த்துருக்கேன். டைரக்டருக்கு வந்து ஒரு 60,000 2 வாட்டி அடிச்சிருக்கு. ஸோ அந்த டைரக்டரை பார்த்துருக்கேன். ஓகே, பம்பர் டைரக்டர், இந்த பம்பரோட டைரக்டர். ஸோ அது வழி மற்றபடி நான் பார்த்ததில்ல. இல்ல இல்ல, எனக்கு பம்பர் டேர்மே வந்து புதுசு தான். ஆஃப்டர் தி ஸ்கிரிப்ட் தான் எனக்கு பம்பர் ஒரு டேர்ம் தெரியும். லாட்டரி எடுத்துட்டில்ல? தமிழ்நாட்டுல லாட்டரி இல்ல. ஃப்ரம் 2003ல இருந்து இல்ல தமிழ்நாட்டுல. ஓ, ஐ டிடன்ட் நோ தட். ஓகே, ஆமா. சோ லாட்டரினா என்னன்றதே இந்த ஸ்கிரிப்ட்க்கு அப்புறம் தான் കത്തിക്കിട്ടാണ്. ഓക്കെ, അപ്പൊ ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു അത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നമ്മൾ സ്ഥിരം എടുക്കുന്ന ആളുകൾ സ്ഥിരം എടുക്കുന്നത്. അപ്പൊ ചേട്ടൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ബമ്പർ ലോട്ടറി? ഞാൻ അടിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. അത് ബമ്പർ അല്ല, സാധാരണ ലോട്ടറി 1ാം സമ്മാനം അടിച്ച ഒരു സുഹൃത്തിനെ എനിക്കറിയാം. അദ്ദേഹം എൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച ആളൊക്കെയാണ്. പേര് പറയുന്നില്ല. കോട്ടയം പപ്പേട്ടൻ എന്നാ ഞങ്ങൾ വിളിക്കുക. കോട്ടയത്താണ് അദ്ദേഹം, ഇൻകം ടാക്സ് പ്രാക്ടീഷണറാണ്. ഓക്കെ, അങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് അടിച്ചിട്ടില്ല അല്ലേ? എനിക്ക് 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. അതും കുഴപ്പമില്ലല്ലേ? പിന്നെ 100 അത്രയൊക്കെ മതി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എടുത്തതിന് ലാഭം കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ സർ, നെക്സ്റ്റ്. ഒരു ബമ്പർ ലോട്ടറി അടിച്ചാൽ ആദ്യം സ്വന്തമാക്കുന്ന ഒരു കാര്യം, ലൈക്ക് ഒരു ബമ്പർ ലോട്ടറി ഉനക്ക് കിടച്ചിടിച്ചാൽ എന്ത് കാര്യമായിരിക്കും വിഷ് ചെയ്യുന്നത്, സ്വന്തമാക്കാൻ ശ്രമിക്കുക? ലൈക്ക് അതെങ്ങനെ തമിഴിൽ? இல்லாதவங்களுக்கு ஒரு நல்லது பண்ணுவேன். அது கிடைக்கிற அமௌண்ட் பொறுத்து. ஓ, பெரிய அமௌண்ட்டாக கிடச்சதுன்னா நல்லா நிறைய பேருக்கு பண்ணுவேன். சின்ன அமௌண்ட்டாக கிடச்சதுன்னா எனக்கு தேவைன்றதை எடுத்துட்டு மிச்சத்தை கொடுப்பேன். ഓ, ദാറ്റ്സ് സോ ഗ്രേറ്റ്. നല്ലൊരു തോട്ടാണ്. അങ്ങനെ എല്ലാവർക്കും എന്താ പറയാ, ചിന്തിക്കാൻ സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ. ഓക്കെ, ഹരീഷ് ചേട്ടനപ്പോ എന്താ പറയാനുള്ളത്? ഒരു ലോട്ടറി അടിച്ച് എന്തായിരിക്കും? ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ പ്ലാൻ ചെയ്യും. എങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആലോചിക്കും. ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ഒരു കുട്ടി ചോദിച്ചത്. അതെ അതെ, അപ്പൊ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അത് പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ലൈഫിൽ വന്നു ചേർന്ന ബമ്പർ ആണിത് എന്ന് തോന്നിയ പ്രോജക്ട്. സോ വൺ ഓഫ് ദി ലക്കിയസ്റ്റ് പ്രോജക്ട് യു ഗോട്ട്? ബമ്പർ தான். ഓ, ബമ്പർ ഇത്രയും. அதான் சொன்னேன், 2018ல இந்த ஸ்கிரிப்ட் வந்துச்சு டு மீ. ஓகே, டைரக்டர் told me the script. We started the project in 2022. So 4 years இந்த ஸ்கிரிப்ட் வந்து வேற ஆர்டிஸ்ட் நிறைய பேர்கிட்ட போய்கிட்டு அதுக்கப்புறம் எனக்கே வந்தது. நான் அப்பவே சொன்னேன் டேரக்டர்கிட்ட, இதை நான் பண்ணணும்னா நான் தான் பண்ணுவேன், நீங்கள் எங்கேனாலும் போங்க, கடைசியில் நான் என்கிட்ட தான் வரணும்னு சொன்னேன். அதே மாதிரி 4 years கழிச்சு இந்த படம் ஸ்டார்ட் பண்ணேன். ഓക്കെ, അത് അപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഐ തിങ്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അത്രയും നമ്മളെ എക്സ്പെക്ടേഷനിലായിരിക്കും ആൾക്കാർ നിൽക്കുക അല്ലേ? അപ്പം പരീക്ഷനോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രവും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എനിക്ക് കിട്ടിയൊരു എല്ലാ സിനിമകളും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണാറ്. നല്ല നല്ല സിനിമകളും നല്ല നല്ല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇതിൽ പേരും കൂടെ ഇതായതുകൊണ്ട് തന്നെ ഇതൊരു ബമ്പറായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആണ്, ബമ്പർ ഹിറ്റ് ആവും എന്നുള്ളതാണ് വിശ്വാസം. അല്ലാതെ ഇപ്പൊ ഹരീഷേട്ടൻ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അത് ഇതല്ലാതെ നമ്മൾ ഒരു പ്രൊജക്ടിന്റെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ട് തോന്നിയ ഒരു നിരവധി പ്രോജക്റ്റുകളുണ്ട്. നിരവധി ഒന്നെന്ന് പറയാൻ എല്ലാം നമ്മളെ കുട്ടികൾ, ഒരു അച്ഛനോട് നിങ്ങൾ ഏത് മക്കളെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ് കഥാപാത്രം. എല്ലാത്തിനും നമ്മളല്ലേ ജീവൻ കൊടുക്കുന്നത്. അപ്പം എല്ലാം അതിൻ്റെ ഒരു അളവ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു രക്ഷിതാവിനെ മക്കളുടെ സ്നേഹത്തിന്റെ അളവ് തീരുമാനിക്കാൻ പറ്റില്ല. അതേപോലെയാണ്. മനസ്സിലായി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബമ്പർ ലക്ക് തോന്നുന്ന ഒരാൾ, ലൈക്ക് ഒരു പേഴ്സൺ. നിങ്ങളുടെ ലൈഫിൽ ഒരു மை ஃப்ரெண்ட் ஒரு கார் ஆக்சிடென்ட்ல அவனுக்கு ஒரு ஸ்க்ராட்ச் கூட போடல. பட் கார் வாஸ் லைக் டோட்டலி அவுட்.
பட் அவனுக்கு ஒரு ஸ்க்ராட்ச் கூட So he பண்ணல. escaped. எஸ்கேப். ஒரு பிரச்சனை ஒரு இல்ல. பிரச்சனை இல்லை. ஸோ Okay. அப்போ சொன்னேன் சம்திங் காட் இஸ் வித் யூ அப்படின்ற மாதிரி. பிகாஸ் கார் வந்து ஒரு 4-5 டைம்ஸ் ஸ்டாப்பில் ஆகி அதை பனைமரம் சொல்லுவோம் பாம் ட்ரீ மேலே இருக்குது காரு. பட் அவனுக்கு எதுவுமே ஆகலை. சீட் பெல்ட் மட்டும் போட்டிருக்கான். பட் ஏர் பேக் கூட ஓப்பன் ஆகலை. டோட்டல் கார் டேமேஜ். பட் அவன் வந்து அப்படியே ஒரு ஸ்க்ராட்ச் இல்லாமல் வெளியே வந்துட்டான். ஸோ ஹி வாஸ் லக்கி. ஓகே. ஸோ கூட இருந்தவங்களுக்குலாம் வந்து ஃப்ராக்சரு அடிபட்டு ப்ளீடிங் ஆகி ஹாஸ்பிட்டல் எடுத்துட்டு போனான். பட் இவனுக்கு எதுவுமே ஆகலை. அது வந்து ஒரு மிராக்கிள் தான். യെസ് പിന്നെ ഉറപ്പായിട്ട്. ഇപ്പോൾ ഗിരീഷേട്ടനോട് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ എല്ലാവരും ഇപ്പം ഞാൻ കാണുന്ന നിങ്ങളും എല്ലാവരും അങ്ങനെ ഒരു ബമ്പർ അടിച്ച ആളുകളായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്ന എല്ലാവരും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും ഓരോന്നല്ലേ. കറക്റ്റ്, ദാറ്റ്സ് ട്രൂ. ഇപ്പോൾ വെട്രിക്ക് ഇനി ഇപ്പം നമ്മൾ സെഗ്മെന്റ് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇനി വെട്രിക്ക് ഏത് ഈ മൂവിയുടെ ജോണർ നമ്മൾ പറഞ്ഞു, അതല്ലാതെ നെക്സ്റ്റ് അപ്കമിങ്ങിൽ ഏത് ജോണർ മൂവി ചെയ്യാനായിരിക്കും കൂടുതൽ ആഗ്രഹം? ஹிஸ்டாரிக்கல் மூவிஸ் பண்ணணும் ஆக்சுவலாக. ஏன்னா இப்போது இந்தியன் சினிமான்னு இப்போது கொஞ்சம் நம்ம அப்ராட் இந்தியாவை விட்டு வெளியே போனோம்னா இந்தியன் சினிமானா பாலிவுட் தான். ஸோ பாலிவுட்டில் சொல்லியிருக்கிறது எல்லாமே வந்து நார்த்தோட ஹிஸ்ட்ரிஸ் தான் சொல்லியிருக்காங்க. சவுத்தில் வந்து நிறைய ஹிஸ்ட்ரி இருக்குது. ஸோ அந்த விஷயங்கள் வந்து நம்ம எடுத்து படமாக பண்ணணும் அப்படின்றது ஒரு ஆசை. கண்டிப்பாக அது ஃப்யூச்சரில் பண்ணுவேன். பட் വായ്പ கிடைக்கும், நல்ல വായ്പ கிடைக்கும். ഓക്കെ ഓക്കെ. ദ മൂവി ശബരിമല റിലേറ്റഡ് മൂവി ആയതുകൊണ്ട് നമുക്ക് ഇതിനു മുമ്പും മലയാളത്തിൽ ഒരിടത്ത് ഒരുപാട് ഹിറ്റ് അടിച്ച ഒരു മൂവി ഉണ്ടായിരുന്നു. ആ മൂവി നിങ്ങൾ കണ്ടിപ്പാ പാത്തിരിക്കും. മൂവി നെയിം മാളികപ്പുറം. സോ അപ്പൊ അന്ത മൂവി കണ്ടിട്ടായിരുന്നോ ഈ മൂവിയിൽ കമ്മിറ്റ് ചെയ്തത്? അത് കഴിഞ്ഞിട്ടായിരുന്നോ കണ്ടത് ആ മൂവി? இல்லை அதான் சொன்னேன். அதுக்கு அந்த மூவிக்கு முன்னாடியே நான் இந்த மூவி ஃபிக்ஸ் பண்ணிட்டேன். இதை நான் தான் பண்ண போகிறேன் அப்படின்னு ஃபிக்ஸ் பண்ணிட்டேன். ஸ்டார்ட் பண்ணுறது கொஞ்சம் லேட் ஆச்சு. பட் ரெண்டுமே வேற வேற ஜானர். எனக்கு அந்த படம் பிடிச்சிருந்தது. இந்த படமும் ரொம்ப பிடிக்கும். ആ മൂവി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ ഹിറ്റ് ആയിരുന്നു. ചെന്നൈയിல தான் பார்த்தேன். சென்னையில மலையாளத்துல தான் பார்த்தேன். வெரி குட் மூவி. ഓക്കെ ഓക്കെ. എനിക്ക് ഹരീഷേട്ടനെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ഈ റീസെന്റ് നടന്ന ഒരു സംഭവം. ഈ റീസെന്റ് നമ്മളുടെ ഒരു ടെലിവിഷൻ അക്കാഡമി ചെയർമാൻ ഒരു പ്രസ്താവന ഉന്നയിച്ചിരുന്നു. അതിന് ചേട്ടൻ റിയാക്ട് ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് ചേട്ടൻ്റെ അഭിപ്രായം നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ശരിക്കും അത് എന്താണ് ചേട്ടന് അതിൽ പറയാനുള്ളത്? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അതുപോലെ തന്നെയാണ് ശരിക്കും ഈ ചലച്ചിത്രങ്ങളിൽ സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെയാണോ നിലപാട്? അങ്ങനെയല്ല. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ സീരിയൽ മേഖലയെ കുറിച്ചാണല്ലോ. കുറച്ച് നാടകങ്ങൾ, ചില സിനിമകൾ, ചില സീരിയലുകൾ, അങ്ങനെയാണ് സീരിയൽ മേഖലയിലേക്കാണല്ലോ അതിൻ്റെ ചർച്ച പോയത്. അതെ. അതിലദ്ദേഹം ഉപയോഗിച്ച വാക്ക് എൻഡോസൾഫാനേക്കാൾ ഭീകരമാണ് എന്നാണ് ഉപയോഗിച്ചത്. അതൊരു തൊഴിൽ മേഖലയെ നശിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ഞാനാണെങ്കിലും അദ്ദേഹമാണെങ്കിലും ഒക്കെ ആ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. പ്രത്യേകിച്ചും അങ്ങനെ വർക്ക് ചെയ്ത ഒരാളുകൾ തന്നെ അങ്ങനെ അത് പറയുമ്പോൾ ആ തൊഴിൽ മേഖലയെ ബാധിക്കുന്നതാണത്. ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇവിടെ ചാരായം ഉണ്ടായിരുന്നു. പണ്ട് ചാരായം റാക്ക് ഷോപ്പുകളുണ്ട്. ഈ ചാരായം ഒരു നല്ല കാര്യമൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ചാരായം പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് നിരോധിച്ചപ്പം, നിർത്തലാക്കിയപ്പം അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലായിപ്പോയി. ആത്മഹത്യയുടെ വക്കിൽ വരെ അവരെത്തി. പിന്നീട് അവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് കാലങ്ങൾ എടുത്ത ഒരു വലിയ ഏർപ്പാടായി മാറി. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ചില തൊഴിൽ മേഖലയെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഒക്കെ അതിനെ അങ്ങോട്ട് തള്ളുമ്പോൾ, അത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് തള്ളുമ്പോൾ അത് ആ തൊഴിൽ മേഖലയെ ബാധിക്കും, അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ബാധിക്കും. അതാണ് നമ്മൾ അതിൽ പ്രവർത്തിച്ച ഞാനും മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു കാര്യം. പിന്നെ അദ്ദേഹം പറയുന്നതിൽ കലാമൂല്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ മാത്രമുള്ളതാണെങ്കിൽ ആദ്യം ഈ വേർഡാണ് അദ്ദേഹം തിരുത്തേണ്ടത്. അതല്ല, അങ്ങനെ ഒരു ഉദ്ദേശം നിലവിലുണ്ടെങ്കിൽ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് അദ്ദേഹം. കേരളത്തിലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സാംസ്കാരിക നയമുണ്ട്. ആ സാംസ്കാരിക നയവും നമ്മുടെ ഈ സീരിയലിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ട് ആ സീരിയലിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം ഇത്തരം സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും നിർമ്മാതാക്കളെയും അതിൻ്റെ ചാനൽ പ്രതിനിധികളെയും ഒക്കെ വിളിച്ചിരുത്തി
ഇത് നമുക്കിതിനെ ഒന്ന് മാറ്റിമറിക്കാനുള്ള എന്തൊക്കെയാണ് എന്നുള്ള അവരുടെയൊക്കെ സഹകരണം തേടിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഇടപെടലാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞ് കാലിൽ ശങ്കർ സിമൻ്റ് ഇട്ട് തേച്ച് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയലല്ല. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിന്നോടത്ത് നിൽക്കും, ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊരു സാംസ്കാരിക ചലനം ഉണ്ടാക്കില്ല. അതിൽ സാംസ്കാരിക ചലനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കലാമൂല്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണം. ഇദ്ദേഹം മാത്രമല്ല ഉറച്ചു നിൽക്കുന്നത്, ചാനലുകാരും ഉറച്ചു നിൽക്കുന്നുണ്ട്, അതിൻ്റെ നിർമ്മാതാക്കളും ഉറച്ചു നിൽക്കുന്നുണ്ട്, ആ സീരിയലുകൾ കാണുന്ന പ്രേക്ഷകരും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ സാംസ്കാരികമായ ഒരു പുരോഗമനം, ചലനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലൂടെ വേണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതല്ലാതെ ഒരു തൊഴിൽ മേഖലയെ പാടെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊന്നും സ്വീകരിക്കാൻ തൽക്കാലം സൗകര്യമില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അറിയായിരിക്കുമല്ലോ, നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ഞാൻ ചോദിച്ചത് നന്നായി, കാരണം എനിക്ക് തന്നെ അറിയണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു, ഇപ്പൊ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കാം നമുക്ക്. വെട്രി എങ്ങനെയായിരുന്നു മൂവിയിലേക്ക് വന്നത്? മൂവി ഫീൽഡിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരാളാണോ, അതോ എങ്ങനെയായിരുന്നു മൂവി ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ஆக்சுவலாக ஸ்டடீஸ் முடிச்சுட்டு கூத்துப்பட்டுற சென்னையில் தேர்ஸ் கூத்துப்பட்டுற ட்ராமா ட்ரூப். ஸோ அந்த ட்ரூப்பில் மை ஃப்ரெண்ட் வாஸ் தேர். ஸோ அவனை பார்க்க போகும்போது நானும் அந்த கூத்துப்பட்டில் ஜாயின் பண்ணி அப்படி ஆரம்பித்து ஆக்டிங் கரியரில். அதுக்கப்புறம் ஷார்ட் ஃபிலிம்ஸ் பண்ணேன். அதுக்கப்புறம் தான் மூவி உள்ள வந்தது. ഓ അങ്ങനെ ஆமாம், ஒரு 4-5 years ட்ராவல் இருக்குது அதில். ഓ ഓക്കെ ഓക്കെ, വെരി നൈസ്. സോ നമ്മളുടെ ബമ്പർ മൂവി ഇറങ്ങാൻ പോവാണ് Jan 3-ന്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ജനുവരി 3-ാം തീയതി നിങ്ങൾ കുടുംബസമേതം വന്ന് കാണേണ്ട ഒരു, മലയാളി പ്രത്യേകിച്ചും കാണേണ്ട ഒരു തമിഴ് സിനിമ തന്നെയാണ് ബമ്പർ. അതങ്ങനെ തന്നെ കാണണം. കാരണം ഈ സിനിമ സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. അത് പലപ്പോഴും നമ്മളൊക്കെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എത്രത്തോളം സത്യസന്ധരാവണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്താലും നമുക്ക് എത്രത്തോളം പറ്റും എന്നുള്ള കാര്യം നമുക്ക് തന്നെ സംശയം ഉണ്ടാക്കാറുണ്ട്. അതങ്ങനെയാണ് സാഹചര്യങ്ങൾ. പക്ഷേ ഒരു പരിധിയും പരിമിതികളും ഒന്നുമില്ലാതെ വീണ്ടും വീണ്ടും സത്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകൾ, അവരെ നമ്മൾ പോരാളികൾ എന്നാണ് വിളിക്കുക. അത്തരം ഒരു പോരാളികളുടെ കൈമാറ്റത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കൈമാറ്റത്തിൻ്റെയൊക്കെ സത്യത്തിനെ ഫോളോ ചെയ്യുന്ന, വേട്ടയാടുന്നൊരു മനുഷ്യരുടെ കഥയാണിത്. അതുകൊണ്ട് തന്നെ ഇത് മലയാളി നിർബന്ധമായി നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഭാഷകൾക്ക് അതീതമായ, മതത്തിനൊക്കെ അതീതമായ ശബരിമല പോലെയുള്ള ഒരു പുണ്യസ്ഥാനത്ത് വെച്ച് പറയുന്ന ഒരു കഥാപാത്രം, ഒരു കഥ. ആ കഥ എന്തായാലും നിങ്ങൾ ജനുവരി 3-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണണം. വെട്രിക്ക് എന്താണ് പറയാനുള്ളത്? அதான் ஜான்வரி 3 மூவி ரிலீஸ் ஆகுது கேரளாவில். ஸோ இது வந்து தமிழ், மலையாளம் இந்த மாதிரி லாங்குவேஜஸ் தாண்டி ஒரு கண்டென்ட் ஓரியன்டாக ஒரு எமோஷன் கடத்துகிற ஒரு படம். ஸோ எல்லோரும் கண்டிப்பாக ஃபேமிலியோட இந்த படத்தை தேட்டரில் போய் பாருங்கள், உங்களோட ரிவ்யூஸ் சொல்லுங்கள். താങ്ക്യൂ. നിങ്ങൾ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ബമ്പർ മൂവി ഇറങ്ങാനായിട്ട്. ഈ ബമ്പർ മൂവി ബമ്പർ ഹിറ്റ് ആവട്ടെ, ബമ്പർ ഹിറ്റായി നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.